എനിക്ക് ഷാനവാസിന്റെ അടുത്തായിരിക്കില്ല സംസാരിക്കേണ്ടത്. ഷാനവാസിന്റെ അടുത്ത് നീ പിടിച്ചിടുന്നത് ഷാനവാസാണ് ഞങ്ങളെ പറ്റി പറഞ്ഞത്. ഞങ്ങളെ ഒറ്റ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് പോയി മിണ്ടേ അതിന്റെ ആവശ്യമില്ല. നീ അയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് മിണ്ടത്. അതിന്റെ ആവശ്യമില്ല. എനിക്കൊരാൾ പറയാനല്ലേ ഞാൻ പറയാ പ്ലീസ്. ഒരാൾ വേസ്റ്റ് ആക്കണ്ട. അതിന് കാത്തിരിക്കാൻ മിണ്ടാതിരിക്കാൻ പറ്റില്ല. പോയി മിണ്ട് പോയി സംസാരിക്കുന്നത്. ഹലോ, അയാളെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് നിങ്ങൾ ഇന്നലത്തെ ഒരു സീനാണിത്. ഞാൻ ചുമ്മാ ലൈവിൽ കണ്ടപ്പോൾ എടുത്തു വെച്ചാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂറോളം ആ ഒരു മൂലയിൽ പോയിരുന്ന് 3 കൂടെ ചർച്ചയായിരുന്നു. അവർ 2 പേരാകട്ടെ, 2 പേര് അവരൊന്ന്, അതായത് ആദില നൂറ 2 വ്യക്തികളാണ്. പക്ഷെ അവരൊന്ന്. അവരാരെയും അവരൊറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്യും. ഈ അവരുടെ എതിർസ്ഥാനത്ത് നിൽക്കുന്നവർ ഒറ്റയ്ക്കാണ്, മറ്റാരുമില്ല. ഷാനവാസ് ആണെങ്കിലും ഒറ്റയ്ക്ക്, അനുമോൾ ആണെങ്കിലും ഒറ്റയ്ക്ക്. ഈ അനുമോൾ ചെന്ന് ഇവരോട് കൂട്ടുകൂടി. ഇവരുടെ ഒരു നടപടി എങ്ങനെയാണെന്നറിയാം, ഇവരുടെ ഒരു പാപം എന്താണെന്നറിയാം. അവർ വളരെ സത്യസന്ധരും ന്യായവും നീതിയും നോക്കിയും പെരുമാറുന്നവർ. അപ്പം അനുമോളുമായിട്ട് അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അനുമോൾ എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ നിശ്ചിതമായിട്ട് പരസ്യമായിട്ട് സൗണ്ട് ഇട്ട് അവർ വിമർശിക്കും. ഇപ്പം ജയിൽ നോമിനേഷൻ വരുവാണ്, അവിടെ അനുമോളുടെ പേരും അനുമോളുടെ കുറ്റവും അവർ വാതോരാതെ പറയും. എടുത്തെടുത്ത് മറ്റുള്ളവരിനെ കാണാൻ പോയ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി പറയും. പക്ഷെ പറയുമ്പോഴോ അവർ അനുമോളുടെ ഫ്രണ്ടാണ്, സുഹൃത്തുക്കളാണ്, ഭയങ്കര ഇഷ്ടമാണ് അനുമോൾക്ക്. അനുമോൾ അവർക്ക് വാരിക്കൊടുക്കും, ആദിലയ്ക്ക് വാരിക്കൊടുക്കും, നൂറയ്ക്ക് മട്ടൻ ഉണ്ടെങ്കിൽ അത് ആരും കാണാതെ എടുത്ത് കൊടുക്കും, ചപ്പാത്തി കൊടുക്കും, ചായ കൊടുക്കും, എല്ലാം കൊടുക്കും, മുഴുവൻ നേരം കൂട്ടും കൂടി നടക്കും. എന്തെങ്കിലും പുറകിൽ നിന്ന് കുത്തേണ്ട ഒരു അവസരം കിട്ടിയാൽ ഈ ആദില നൂറ അപ്പം തന്നെ പണി കൊടുക്കും, ആ സെക്കൻഡ് പണി കൊടുക്കും. എന്നിട്ട് അവർ പറയുന്നത് ഇത് ഗെയിം ഷോയാ, ഗെയിമിനെ ഗെയിം ആയിട്ട് എടുക്കണം, ഫ്രണ്ട്ഷിപ്പായിട്ട് എടുക്കണം. ഇതാണ് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ ന്യായമല്ലേ? അതൊരു റിയാലിറ്റി ഷോയാണ്, അതൊരു ഗെയിം ഷോയാണ്. അതിൽ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് അവിടെ നടക്കത്തില്ല. അപ്പോൾ ഗെയിം ആകുമ്പോഴത്തേനും പിന്നീന്ന് കുത്തുന്ന അല്ലെ കട്ടെടുക്കേണ്ട ഗെയിം വരുവാണെങ്കിൽ കട്ടെടുക്കണം. അതാണ് ആദില കണ്ടില്ലേ ചെയ്തത്. നമ്മളെല്ലാവരും കണ്ടോണ്ടിരുന്നാലേ അക്ബറിനെ പോലെ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യനെ നിന്ന നിപ്പിൽ ഇത്രയുള്ള ഒരു കുഞ്ഞു സാധനം ആദില പറ്റിച്ച് അവിടെ കിടത്തിയില്ലേ. അതായത് നമ്മളെല്ലാവരും സത്യസന്ധമായിട്ട് നിൽക്കണം, ആരും കട്ടെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അക്ബർ അത് വിശ്വസിച്ചു. അക്ബർ അവിടെ ഇരുന്നു. അക്ബറിനെ അവിടെ എത്തിയിട്ട് ആ സമയത്ത് പോയിട്ട് ഓടി നടന്ന് അക്ബറിന്റെ എല്ലാം കട്ടെടുത്തു. എന്തൊരു മിടുക്ക. സത്യത്തിൽ ഞാൻ പറയുന്നത് ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിൻ്റെ അകത്ത് അവർ പറയുന്നു, ബിഗ് ബോസ് പറയുന്നു, ഈ ഗെയിമിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അപഹരിക്കാനുള്ള ഒരു ഇതുണ്ട്. മിക്ക ഗെയിമും അവർ കൊടുക്കുന്ന അങ്ങനെ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അപഹരിക്കാം, എല്ലാവരും അവരവരുടെ സാധനം സൂക്ഷിച്ച് വെക്കണം, എല്ലാ സീസണിലും കാണുന്നുണ്ട്. ഇത് എന്തിനാണെന്നറിയാം. അങ്ങനെ ഒരു കാര്യം പറയുന്നതോടുകൂടി ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരു കള്ളത്തരമുള്ളവരുടെ ഉള്ളിൽ അതിനെ പുറത്തെടുക്കാനുള്ള ഒരു അനുമതി കിട്ടിയല്ലോ. അപ്പോൾ കള്ളത്തരം ഉള്ളവർ അത് മൂടി വെക്കില്ല, അപ്പം തന്നെ അവരത് പുറത്തെടുത്ത് കള്ളത്തരം കാണിച്ചിരിക്കും. എന്നാൽ ആ അനുമതി കിട്ടിയാലും കള്ളത്തരം കാണിക്കാത്തവരും അവിടെയുണ്ട്. ഗെയിമാണ്, കട്ടെടുക്കാം എന്ന് അനുമതിയുണ്ട്. പക്ഷെ എന്നാലും കട്ടെടുക്കാത്തവരുണ്ട്. ഇപ്പം നെവിൻ ആരുടെ എന്തും കട്ടെടുക്കും. നെവിൻ ഇപ്പുറത്തെ സൈഡിൽ എന്താ ചെയ്യുന്നത്? കിച്ചണിൽ നിന്നും കട്ടെടുക്കും. അപ്പം ആ ക്യാരക്ടറിലുണ്ട് ഇവരുടെ. അതിനൊരു അനുമതി കിട്ടാൻ കാത്തിരിക്കുന്നവരെയാണ് പിന്നെ ഈ ഗെയിമിൽ കിട്ടുമ്പോൾ ഇവർ ചെയ്യുന്നത്. ആ അതിലേയും കള്ളി തന്നെയാണ്. അത് കിട്ടിയപ്പം അതിലെ ഓടി നടന്ന് 12 പാവയെ എങ്ങാണ്ട് സ്വന്തമാക്കി, ബാക്കി 140 120 സ്വന്തമാക്കിയത് കംപ്ലീറ്റ് കട്ടെടുത്താണ്. അവിടെ കള്ളം പറയുന്ന ആര്യൻ നല്ലപോലെ കള്ളത്തരം പറയും. എന്ത് സ്റ്റാൻഡേർഡ് പഠിച്ചാലും എന്ത് സ്റ്റാൻഡേർഡ് ജീവിച്ചാലും ആര്യൻ നല്ലപോലെ കള്ളത്തരം പറയും. നെവിൻ കള്ളം കാണിക്കും, ആദില കള്ളം കാണിക്കും. എന്നാൽ ആ പാവട്ടാക്സിൽ ആ ഒരു ഇതിൽ അനുമോൾ കട്ടെടുത്തിട്ടില്ല. കള്ളത്തരം നമ്മുടെ ബ്ലഡിൽ വേണം, എന്നാലേ അനുവദിക്കുമ്പോഴും അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആദില നൂറ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജയിൽ നോമിനേഷനിൽ വരുമ്പോൾ അവർ കർശനമായിട്ട് അനുമോളുടെ പുറത്തോട്ട് എന്തോ ആരോപിക്കും, വായി തോന്നിയത് മുഴുവൻ. ഇപ്പം ഇവരുടെ വിഷയം സവാള, പയറ്, പാല് പിരിഞ്ഞ് തൈരായത്, സവാള എടുത്തത്, പയർ കൊടുക്കാത്ത, ഷാനവാസിന് ചായ കൊടുത്ത്, ഇങ്ങനത്തെ കുഞ്ഞു ചായ അവിടെ അവർ നിൽക്കുമ്പോൾ അവരോട് ചോദിച്ചില്ല. എന്നാൽ ഇപ്പുറത്ത് ആരും കാണാതെ നൂറയ്ക്ക് മട്ടൻ കൊടുത്താണേ, അതൊക്കെ അവർ മറക്കും. ഇങ്ങനെ ഒരു 1500 കുറ്റം ഇവർ അനുമോളുടെ മേൽ കെട്ടിയേപ്പിക്കുക. എന്നിട്ട് അനുമോൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണല്ലോ, അപ്പം ഞാൻ ഒറ്റപ്പെട്ട് അവരുടെ ഇടയിൽ നിന്ന് എല്ലാവരോടും ഇപ്പം ആ കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്ത സംഭവം മാത്രം എടുത്തു വെക്കുകയാണെങ്കിൽ ഒരാളുടെ വിശപ്പടക്കുക എന്നുള്ള ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്.
അതാണ് അനുമോൾ അവിടെ ചെയ്തത്. പക്ഷെ അതിന്റെ മറു സൈഡ് ഇപ്പൊ ഇന്നലെ ജയിൽ നോമിനേഷന് അക്ബറൊക്കെ പറയുന്നത് എന്നാന്നറിയാം, മേടിച്ചു നിന്ന അക്ബറും ആര്യനും പറയുന്നത് എന്നാന്നറിയാം, അനുമോള് ആ ഫുഡ് ഉണ്ടാക്കി തന്നു നന്മമരം കളിച്ചെന്ന്. അതാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? നന്മമരം കളിക്കാൻ വേണ്ടി അനുമോള് കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ കടലമാവ് കൊണ്ടുള്ള ദോശയൊക്കെ മനുഷ്യർ തിന്നുമോ? അതങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോ ഈശ്വര? വിശപ്പ് കൂടിയിട്ട് ഇവരുണ്ടാക്കുന്ന റെസിപ്പികളാണ്. ഈ ബിഗ് ബോസിൽ പോകുന്നവരെ വയറ് നിറയ്ക്കില്ല. അത് എന്ത് പരിപാടിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. വയറ് നിറച്ചിട്ടുള്ള പരിപാടിയൊക്കെ നടത്തിയാൽ പോരെ ഇവർക്ക്. അവർ പട്ടിണിക്കിടുക എന്നുള്ളത് അവരുടെ ഒരു ശീലം. ഇപ്പൊ കടലമാവിൻ്റെ അകത്ത് പഞ്ചസാരയും മുട്ടയിട്ട് എന്തോ ദോശയാന്ന് തോന്നുന്നല്ലേ, എനിക്കതങ്ങനെ മനസ്സിലായില്ല. എന്താണേലും അതിനു വേണ്ടി അത് വിശക്കുന്ന അത് ഞാൻ കണ്ട സീനാ കേട്ടോ. ആര്യൻ നിന്ന് അതുപോലെ പറഞ്ഞിട്ടാണ് കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കുക, അത് അനുമോൾ ഉണ്ടാക്കി. അപ്പൊ ഉണ്ടാക്കാൻ പറയുമ്പോൾ അനുമോൾക്ക് വേണമെന്നില്ല. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരെണ്ണെടുത്ത് തിന്നാൻ തോന്നും. അതൊക്കെ അനുമോൾ ചെയ്തുള്ളൂ. പക്ഷെ അത് കറങ്ങി തിരിച്ച് മുഴുവൻ കുറ്റം വന്നപ്പോൾ അതിലെ നൂറയൊക്കെ ആണെങ്കിലും നെവിൻ്റെ കൂടെ നിന്ന് വളരെ നെവിനെയാണ് ന്യായീകരിച്ചത് അനുമോളെ. അതുപോലെ ഏത് കേസിൽ ഇവർ അനുമോളെ എടുത്തിട്ട് സമൂഹ മധ്യത്തിൽ ഒച്ച എടുത്ത് സംസാരിച്ച് അനുമോളെ ഒറ്റപ്പെടുത്തും. എന്നിട്ട് അനുമോള് ചോദിക്കുമ്പോൾ ഇവർ ഇന്നലെയൊക്കെ ഇരുന്ന് പറയുന്ന ഭാഗം നമുക്ക് പോലും മനസ്സിലാകാത്ത ഭാഗം. ഇത് ഗെയിമാണ്, ഞങ്ങൾ അങ്ങനെ പറയും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് വരെ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കില്ലേ? നമ്മളിപ്പോൾ അനുമോളുടെ മനസ്സോടെ ചിന്തിക്കുമ്പോൾ ഞാനിവിടെ കൂട്ടുകൂടുന്ന ആകെ 2 പേരാണ് ഇവർ. എനിക്കൊരാപത്ത് വരുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരു വാക്കിലും പറയാൻ ഇവർ നിൽക്കണ്ടേ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? ഒറ്റപ്പെടുമ്പോൾ നമ്മളത് ആഗ്രഹിക്കുക. അതല്ലേ അനുമോൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അനുമോളോട് ഇവര് പെരുമാറുന്നത് എങ്ങനെ? ഇപ്പൊ എനിക്ക് കണ്ടതിന് മനസ്സിലായ ഇവർക്ക് ആരോടും സ്നേഹവും ഇല്ല, അവര് തമ്മിൽ സ്നേഹിക്കും, വേറെ ആരോടില്ല. ആ ഒരു സത്യം അനുമോൾക്കും ഷാനവാസിനും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നലെ ഷാനവാസ് പ്രാങ്ക് കാണിച്ച് ആദിലെ പുറത്താക്കുമ്പോ ആദിലെ പറഞ്ഞ വാചകം ഒന്ന് കേക്ക്. അക്ബർക്ക് ചെറ്റ സ്വഭാവം ഉണ്ടാവുള്ളൂ. ഞാനൊരു എഫേർട്ട് യൂസ് ചെയ്യണമെന്ന് എഴുതിയതാ. പ്ലീസ് ഇവള് സമ്മതിക്കുന്നില്ല. ശരിക്കും എന്താ പറഞ്ഞ ചെറ്റേന്നല്ലേ വിളിച്ചത്? ഒന്ന് ആലോചിച്ച്. എന്ത് പ്രായം, 40-40 വയസ്സുള്ള മനുഷ്യനെ കയറി ഒരു ഉളുപ്പില്ലാതെ ഈ പെങ്കൊച്ച് ചെറ്റേന്നാ വിളിച്ചത്. എന്നിട്ട് ആ ഫ്രാങ്കാന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് തിരിച്ചു വന്ന് കെട്ടിപ്പിടിച്ച് ദുദ്രനായിട്ടുള്ള അഭിനയമൊക്കെ സീരിയൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് നൂറ പറയുന്നു, ആദിലെ പുറത്ത് പോയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മീശ ഞാൻ വടിച്ചേനേന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് പറയുന്നുണ്ട്. അതായിരുന്നു എൻ്റെ മനസ്സിൽ നിന്ന്. പിന്നെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ഈ അടുത്തൊക്കെ ആയിട്ട് ചുമ്മാ ഭംഗി കാണിച്ച് സൗന്ദര്യം കാണിച്ച് വെറുതെ നിൽക്കുകയാണ്, നൂറയൊന്നും പറയുന്നില്ല, നൂറെ ഔട്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കമന്റ് ഇടുന്നുണ്ട്. നമ്മൾ വിഡ്ഢികളാവുന്ന നൂറയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആദിലേക്കാട്ടും കട്ടിയുള്ളതായിട്ട്. ഇത്രയും കാലം എനിക്ക് അങ്ങനെയല്ല, നൂറ വളരെ നിഷ്കളങ്കയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ അറിയുന്നത്. പക്ഷെ എനിക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ ആലോചിച്ച് പറഞ്ഞാൽ ആദിലേക്കാട്ടും ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നൂറ ഇപ്പൊ പറയുന്നുണ്ട്. ഷാനവാസ് അയാളിവിടെ ഉണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കില്ല. വൃത്തികെട്ട അമ്മാവൻ എന്തൊക്കെയാ പറഞ്ഞ ഹിറ്റ്ലർ കളിക്കാൻ വന്നിരിക്കുന്നത്, തെറി പറയാനാ തോന്നുന്നത്. ഇതൊക്കെയല്ലേ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ ആദിലെ നൂറയും കൂടുതൽ നെഗറ്റീവ് ആക്കാൻ കഴിയലാഞ്ഞിട്ട് ലൈവിലാണെങ്കിലും എഡിറ്റ് ചെയ്താ വിടുന്നത്. അപ്പം നൂറയുടെ സംഭാഷണങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ്. കാരണം അത് വെളിവിട്ടാൽ നൂറയ്ക്ക് അത്ര നെഗറ്റീവ് വരും. അതിനുവേണ്ടി ബിഗ് ബോസ് നൂറയുടെ ഡയലോഗുകൾ വിടാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നത് നൂറ അവിടെ വാഴയായിട്ട് നിൽക്കുക, ഒന്നും പറയുന്നില്ലെന്ന്. വെറുതെയാണ്. നൂറ സംസാരിക്കുന്ന വ്യക്തികളാണ്. മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇന്നലെ ഇപ്പം അനുമോളോട് സംസാരിച്ച് ആദിലേക്കാട്ടും ക്രൂരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറയാണ് ആദ്യം അനുമോളെ എടുത്തിട്ട് പൂശുകാന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. നല്ല പോലെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മോൾ അങ്ങനെയല്ലേ, മോക്ക് മോളുടെ ന്യായമല്ലേ, എന്ത് പറഞ്ഞാലും മോള് മനസ്സിലാക്കില്ലല്ലേ. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ ചായ കാപ്പി സവാള പയറ് തൈര് ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. ഷാനവാസിന് എങ്ങാണ്ട് ഒരു ഗ്ലാസ് ചായ കൊടുത്തതിൻ്റെ പുറത്താണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പൊ ഈ അവോയ്ഡ് ചെയ്തു, അനുമോൾ അവോയ്ഡ് ചെയ്തു, ഇഗ്നോർ ചെയ്തു. നീ അവരോട് മിണ്ടി, നീ ഷാനവാസിനോട് മിണ്ടി, നീ അനീഷിനോട് മിണ്ടി. നിനക്കിപ്പോ അവര് പറയുന്നതാണോ വലുത്? ഞങ്ങളല്ലേ ഇവളുമാരെന്താ അനീഷിനോട് ചെയ്യുന്നല്ല അനുമോളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുമോള് കൂടാൻ വേണ്ടി ഇത്രയെ ഉപദ്രവിക്കുന്നില്ല. പുറത്തിറങ്ങിയിട്ട് അനുമോൾ ഈ എപ്പിസോഡൊക്കെ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു നിറം എങ്ങനെയാന്നുള്ള മനസ്സിലാണ്. പിന്നെ ലൈവിൽ എന്താ കൂടുതൽ നടക്കുന്നത് നമുക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്നേ പറയാനുള്ളൂ, ഈ ഷാനവാസും അനുമോളും ഇത്രയും പമ്പര വിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികൾ ഇതിനു മുന്നേ വന്നിട്ടില്ല. ഇവരിപ്പോൾ ഈ ഗെയിം തന്നെ വിട്ടിട്ട് ഇവർ റിയലായിട്ടാണ് ഇപ്പോൾ എല്ലാവരും എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്ന രീതി, അല്ലാതെ എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല. അതുപോലെ തന്നെ എല്ലാ സീസണിലും മത്സരാർത്ഥികളിൽ ചിലരോട് നമുക്ക് ഭയങ്കര ദേഷ്യം വരും, ചിലരോട് നമുക്ക് ഭയങ്കര ഇഷ്ടം വരും, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ സീസണിൽ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയൊന്നുമല്ല. സീസൺ മൊത്തം തന്നെ ഒരു വെറുപ്പ് പോകുന്നു. അതുപോലെ തന്നെ ഇതികളെല്ലാം പറയുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇതുപോലത്തെ മനുഷ്യരുണ്ടോ, ഇതുപോലത്തെ നന്ദി കെട്ടവരുണ്ടോ, അല്ലെ ഇതെന്താ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന പോലത്തെ മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം വന്നു പെട്ടിരിക്കുന്നത്.
ഒറ്റ എണ്ണത്തിനില്ല. പിന്നെ അക്ബറിന്റെ ഒരു ഗുണം പറയാതിരിക്കാൻ പറ്റില്ല. അക്ബർ ഇനി വേറെ അപ്പുറം ഇപ്പുറം ഒന്നും നോക്കണ്ട, അയാളുടെ ഗാങ്ങിൽ വന്നുവിടും അക്ബറിനെ ഇഷ്ടപ്പെടുന്ന, അതായത് അപ്പാനി ആണേലും അങ്ങനെ അക്ബറിന്റെ ഗാങ്ങിലുള്ളവരോടും തികച്ച 100% ആത്മാർത്ഥത അക്ബർ കാണിക്കും. ഇപ്പൊ അക്ബർ ആ ബിഗ് ബോസ് നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. ആര്യനെ ട്രോഫി മേടിച്ചു കൊടുക്കാൻ വേണ്ടി അക്ബർ പോയി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുക. കാരണം ആര്യന് വേണ്ടി ജീവിക്കുക, ആര്യന് വേണ്ടി സംസാരിക്കുക, ടാസ്ക് കൊടുക്കുന്നതിൽ വല്ല ഇതും കിട്ടി അത് ആര്യന് കൊടുക്കുക, അങ്ങനെ ആര്യന് വേണ്ടി നിൽക്കുക. ആര്യനാണ് വാ തുറന്നാൽ നുണയല്ല പറയല. അനീഷ് പറയുന്ന സത്യമാണ്, യാതൊരു സത്യസന്ധതയില്ല. ഒരു പയ്യനാണ്, മെച്യൂരിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവാം ഇങ്ങനെ ആവാം. പക്ഷെ വെറുതെ ആര്യൻ അത്യാവശ്യം ബിഗ് ബോസിനോട് വരെ കഴിഞ്ഞ ദിവസം കള്ളത്തരം ചെയ്ത് നമ്മൾ കണ്ടല്ലോ. കള്ളത്തരം ഒക്കെ ചെയ്യുക. ആര്യൻ്റെ ഒരു രീതി വേറെയാണ്. കക്കൂസി പോയാൽ ഫ്ലഷ് അടിക്കാറുമില്ല. ആ വൃത്തിയുടെ സ്വഭാവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലാലേട്ടൻ കാണിച്ചാൽ മതിയായിരുന്നു, അത് കാണിക്കില്ല. അപ്പോൾ ടോട്ടലി പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ഷാനവാസിനെയും അനുമോളെയും പോലത്തെ പമ്പര വിഡ്ഢി ഇനി ഇതുപോലൊരു സീസൺ വരികയല്ല. ഈ സീസൺ പഠിക്കണം. കാരണം ആൾക്കാർ ഇനി വരാനുള്ളൊരു ഈ സീസൺ പഠിക്കണം. ഒരാളോടും ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ അഡിക്റ്റായി പോകുന്ന പോലത്തെ സ്നേഹമൊന്നും വെക്കരുത്. ഇത്രയും ദിവസം 2-3 ദിവസം ഷാനവാസ് മാറി നിന്നു. ഇന്നലെ ആദിലെ നൂറേം വീണ്ടും പറ്റിക്കാൻ വേണ്ടി പെങ്ങളുകുട്ടികളായിട്ട് അടുത്ത് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പുറത്തോട്ട് മാറിയിരുന്ന അനുമോളെ പറ്റി എന്തോരം കുറ്റം അവർ പറഞ്ഞു. അനുമോളൊന്നും മിണ്ടാതെ നടക്കും. ഇപ്പുറത്തെ ഷാനവാസിനെ പറ്റി എന്തോരം കുറ്റം പറയുന്നു. ചെറ്റേന്നൊക്കെ നേരിട്ട് അവിടെ ഇരുന്ന് പറയും. പക്ഷെ എന്നാലും ഷാനവാസും അനുമോളും ഇതുങ്ങളുടെ പുറകെ നടക്കും. ശരിക്കും പറഞ്ഞാൽ ഈ മഴവില്ലുകളെന്ന് തന്നെ ആദില നൂറ എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. മഴവില്ലുകൾ നമ്മൾ ഇന്ന് വരെ കണ്ട പോലെയല്ല. അവർക്കാരോട് സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അവിടെ മാക്സിമം ദിവസം നിന്ന് കാശുണ്ടാക്കിക്കൊണ്ട് പോവുക എന്ന് മാത്രം ഒരു ചിന്ത നിൽക്കുന്നവരാണ് അവർ. ഇന്നലെ ആദില പോകുന്ന എവിക്റ്റാവുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഒരു നല്ല തൻ്റെ ഇടമാണ് ആദിലയ്ക്കൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.